ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ ചക്കര പൊന്നു ഇന്നലെ പിന്നെ ക്ലാസ് ടെസ്റ്റായിരുന്നു. അവർ പറഞ്ഞതൊക്കെ അവൻ്റെ LKG-യിലാണ്. അപ്പം കുഞ്ഞാവയ്ക്കാണെങ്കിൽ പിന്നെ എഴുതി കൊടുത്തത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ടീച്ചർ പഠിപ്പിക്കാൻ പറഞ്ഞപ്പം പഠിപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പരിശ്രമിച്ച് എഴുതിപ്പിക്കുകയും അണ്ടാ കാണുന്ന ഫോട്ടോൻ്റെ പൊന്നൂസായിട്ട് ചുന്ദരൻ ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ കയ്യാലപ്പുറത്ത്. കണ്ട തൻ്റെ കാണിച്ചട്ടെ എൻ്റെ പൊന്നൂസ് ചെയ്ത കാര്യം കാണിച്ചു കൊടുക്കട്ടെ. കാണിക്കട്ടെ കാണിക്കട്ടെ കാണിക്കട്ടെ. തണ്ടടേ കണ്ടോ, എൻ്റെ വാവച്ചിക്ക് സ്റ്റാർ കിട്ടി. പറഞ്ഞ അക്ഷരം കറക്റ്റായിട്ട് എഴുതിയത് കൊണ്ട് എന്താ കിട്ടിയേ? 10ൽ 10. തക്കര പെണ്ണിന് മാർക്ക് കിട്ടി. കണ്ടോ, 10ൽ 10 പായും റായും എഴുതി ഒരു വലിയ സ്റ്റാർ, ദാണ്ട് തിളങ്ങുന്ന സ്റ്റാർ പൊന്നൂസിന് ഒട്ടിച്ചു കൊടുത്തു. സൂപ്പർ സൂപ്പർ, ഹൈഫൈ. സൂപ്പർ. ഞാൻ അയ്യോ എൻ്റെ പൊന്നടവേ, അങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക് ഭാവിച്ച്. ഇതാണ് തക്കര പൊന്നു. ഒരു ഹായോട് ഹായോട്. ഇനിയും മാർക്ക് മേടിക്കുമോ? ഇനിയും മാർക്ക് ഇതുപോലെ മേടിക്കുമോ? മെടുക്കനാന്നേ. കയറിക്കോ. ഇതിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ കാണാൻ കയറിയതാ. ഞങ്ങളുടെ ഡെയിലി അവൻ അതിൻ്റെ മണ്ടയിലൊന്ന് കയറിയില്ലെങ്കിൽ പറ്റില്ല. നോക്കട്ടെ മീനുണ്ടാന്ന്. അതാണ്ടേ മറ്റേ ആ സാധനം അതിനകത്ത് ഇട്ടായിരുന്നില്ലേ? അയ്യോ, ഇതിട്ട് കൊടുത്താൽ ചത്തുപോവും. ഇതല്ല, അതിൻ്റെ ഫിഷ് ഫുഡ് ഉണ്ട്. ഫിഷ് ഫുഡ് അല്ലാതെ അതിനൊന്നും ഇട്ട് കൊടുത്തൂടാ. ഇത് മൊത്തം ഇട്ടാൽ ചത്തുപോകുന്നു. ഇടാൻ പറ്റുമോ? കയ്യെത്തി ഇട്ടോട്. ഇട്ടോട്. സൂപ്പർ. ഇത്ര ഉയരത്തിലെടുത്ത് വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ എല്ലാവരും വെടിവെച്ച്. അമ്മേ അയ്യോ, ബാ എൻ്റെ മണ്ടേന്ന് വീഴണ്ട. കണ്ടല്ലോ, പാപ്പ എടുത്തോണ്ട് വാ. അപ്പോൾ മാർക്ക് എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ദിവസമാണ്. രാവിലെ അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു നല്ലൊരു വെയിൽ കിട്ടിയോണ്ട് കുറേ തുണികളെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ്ടോ അത് മൊത്തം ഇന്ന് മടക്കണം. പിന്നെ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഓരോ ഒന്നോ രണ്ടോ തലങ്ങണയൊക്കെ കാണും. പക്ഷെ ഒരു ബെഡിൽ പിന്നെ ആൾക്കാർക്ക് അനുസരിച്ച് 1 2 3 പേരാണെങ്കിൽ 3 തലകട. എൻ്റെ വീട്ടിൽ ആകെ 2 പേർക്കുള്ള തലകട കേട്ടോ. 1 2 3 4 5. ഇത്രയും വലിയൊരു തലങ്ങണയാണ്. 3 പേർക്ക് പറ്റിയ ഒരു തലങ്ങണയാണ് ഇത്. അതും വരാഞ്ഞിട്ടില്ല. ഇതെന്തിനാണെന്നറിയാം? മതിൽ കേട്ടാ, മതിൽ. എൻ്റെ ചേച്ചിയുടെ ഇളയ മോൻ വരച്ചതാ. ഇതുണ്ട, നല്ല പടമാണോ? ഇത് വരച്ചെന്ന് പറയുന്നത് ഇവ എന്നും ഉണർന്ന് വരുമ്പോൾ അവന് കാണാൻ ജെറിയെ വരച്ചില്ല. അപ്പോഴത്തേക്ക് അവന് പഠിക്കാനായിട്ട് കോളേജിൽ പോകേണ്ടി വന്നു. അവൻ ബോർഡിങ്ങിൽ അവിടെ തന്നെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ഇപ്പം അവിടെ നിന്ന് പഠിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടോ, എൻ്റെ അമ്മയെ കണ്ടോ, ഇത് കുഞ്ഞാണെങ്കിൽ ഉരുണ്ടിഞ്ഞ് പോരുവേ, അതുകൊണ്ടാണ് ആ തലകണ അത്രയും വെച്ചിരിക്കുന്നത്. അതുമല്ലാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മതിലിൽ പിന്നെ ചുവരിൽ പോയി മുഖം ഇടിക്കും. അപ്പോൾ അവിടെ ഇടിക്കരുതല്ലോ, അതിന് അവിടെ മറയ്ക്കാനാണ് അങ്ങനെ ഇത് തലകണ. അയ്യോ, അമ്മയുടെ കുക്കിങ്. തേങ്ങ അരച്ചതുണ്ടായമ്മ തുമ്മിച്ചത്താന്. എൻ്റെ അമ്മയുടെ തല മൊത്തം ജടയാട്ടോ, ഇതിങ്ങനെ ഇരിക്കൂ മേളിലോട്ട്. പാവം എൻ്റെ അമ്മ ശബരിമലയിൽ പോകാൻ നേരത്ത് ഇരുമുടി വയ്ക്കാൻ ഊപ്പാടും പതക്കേടും വന്ന് ഇരുമുടി നല്ല ഇരിക്കുന്നില്ല, ഇരുമുടി കെട്ടും. എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ പേര് രാജമ്മ എന്നാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ കളിയാക്കി നാഗമ്മയെന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം തലയുടെ ഷേപ്പ് കണ്ട നാഗത്തിൻ്റെ തല പോലെയായി. എന്താ ജടാധാരിയായ നാഗമ്മ. ഒരുപാട് പ്രാവശ്യം ഈ ജട വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളാണെങ്കിൽ അതിനെ എടുത്ത് വൃദ്ധമെടുത്ത് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞു. പക്ഷേ അത് ഒരു രക്ഷയില്ല, അതായി. ആദ്യമൊന്നും ജടയാണെന്നൊന്നും അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെ മുടി ഒരുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നീട് നോക്കിയപ്പോൾ ഇത് ജടയാണെങ്കിൽ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഇഞ്ച് നീളം, ഇത്രയും 2 ഇഞ്ച് നീളത്തിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് ജടയായി. അത് പറഞ്ഞതുകൊണ്ടായിരിക്കും, തമ്പുരാൻ്റെ ഓരോ മായകളല്ലേ, അങ്ങനെ പെട്ടെന്ന് ജടയായി. പിന്നെ അമ്മ അതിനെ തൊട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ നാഗജടയായിരുന്നു, നീളത്തിൽ മുടി പിന്നിട്ട് കണക്കങ്ങ് വളർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി. പിന്നെ അതിന് വേണ്ടിയാണ് വ്രതം നിന്ന് ശബരിമലയിൽ പോയി ജടയെടുത്തു. ശബരിമലയിലെന്ന് പിന്നെ പളനിയിൽ തെറ്റിപ്പോയി, സോറി, പളനിയിൽ പോയി മുടിയെടുത്തു, എല്ലാം കളഞ്ഞു. അതോടുകൂടി പിന്നെ മുടി വരുത്തില്ല എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു തിരുമേനി പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചിട്ട് ജട എടുക്കാൻ പോവുകയാണ്, അതിന് വേണ്ടിയുള്ള വ്രതം നിൽക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അമ്മ പോയി അമ്പലത്തിൽ പോയി. പിന്നെ മാല, പളനിയിലേക്ക് പോകാനായിട്ട് മാല ഇട്ടല്ലേ പോകുന്നത്. അങ്ങനെ മാല ഇടാനായിട്ട് പൂജിക്കാൻ ചെന്നപ്പോഴത്തേക്ക് തിരുമേനി പറഞ്ഞു, അമ്മ ഇത് പോയി എടുത്തിട്ടൊന്നും കാര്യമില്ല, ഇത് അമ്മയ്ക്ക് ദൈവം തന്നാണ്, ഇത് പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ ഒരു സമാധാനത്തിന് അമ്മ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ശരി തിരുമേനി എന്നും പറഞ്ഞ് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അമ്മ വന്നു. പിന്നെ ഒരു മുടി ഒരു പട അമ്മയ്ക്ക് അങ്ങനെ മുടി വളരുന്നതല്ല. അമ്മയ്ക്ക് മുടി വടിച്ചിറക്കി കഴിഞ്ഞാൽ ആ മുടി വളർന്നു വരാൻ, കുറ്റിമുടി തന്നെ ഒരുമാതിരി പൊങ്ങി വരാൻ ഒരു 2 മാസം 3 മാസം എടുക്കും. ആ മുടി 3 മാസം കൊണ്ട് നല്ല നീളത്തിൽ ഇങ്ങോട്ട് വളർന്നു വന്നിട്ട് അത് വന്നതേ ജടയും കൊണ്ടാണ് വന്നിഞ്ഞിറങ്ങി. അത് ഉച്ചിയിൽ തന്നെ പിടിച്ച് കെട്ടി അങ്ങ് പൊങ്ങി. അവിടെ ഇരി മോനെ, വീടിൻ്റെ ഫ്രണ്ടിലേ പോവുക. അങ്ങനെ ആണ് കാര്യം. എൻ്റെ ഞങ്ങളുടെ ഒരു ദിവസം ഇതാ, ഞങ്ങളുടെ ഒരു സുന്ദരനെ കാണിച്ചത്, 2 സുന്ദരന്മാരെ. അമ്മ ഒരു സാധനം കൊണ്ടുവരാവേ. കിട്ടി. ഇതാണ് ഞങ്ങളുടെ 2 സുന്ദരന്മാർ. കണ്ടുവോ മാര് ഭയങ്കര വേന്ദ്രന്മാർ. ഇപ്പം ഇയാളാണ് മുണ്ടി. ഞങ്ങളുടെ കോഴിയെ എപ്പോഴും വന്ന് ഒരു പന്നം പറിച്ച എന്താ പറയുക, ഒരു കുന്തം വന്ന് അങ്ങ് പിടിക്കുക. അവസാനം എൻ്റെ റോസിയെന്ന് കഷ്ടം. എൻ്റെ പൊന്നുമോള് നല്ലൊരു കുഞ്ഞായിരുന്നു. അവൾ കുരച്ച് ഓടിച്ച് ദൂരെ വിട്ടു. നമുക്കൊരു സാധനം കിട്ടി കേട്ടോ. നമ്മുടെ വീട്ടിൽ വയണ വിളിച്ച് വരുന്ന കേട്ടാമ്മ, നമ്മുടെ വീട്ടിലൊരു വയണ കിളിച്ച് വരുന്നു.
ഇരുമുടിക്കെട്ട് തേടി വടിപതി. ഇവിടെ ഒന്നുമില്ല. ഈ കുഞ്ഞമ്പറിക്കായിട്ട് ഓരോന്ന് ഇങ്ങനെ കിട്ടിയിട്ട് എന്തെടുക്കാനാ? കിട്ടിയാൽ കൊള്ളാം, കൈ നിറയെ കിട്ടണം എങ്കിലേ ഒരു ഗുണമുള്ളൂ. ഞാൻ നട്ടിട്ടിരിക്കുന്ന